മലയാളം ഏറെ നാളുകളായി കാത്തിരുന്ന വമ്പൻ ചിത്രം. മലയാളത്തിന്റെ ആക്ഷൻ കിങ് SG അഥവാ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാകുന്ന ഏറെ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം വീണ്ടും തുടങ്ങിയ ഒറ്റക്കൊമ്പന്റെ ഒരു തകർപ്പൻ ഗ്ലിംസ് പുറത്തേക്ക് വരാൻ പോവുകയാണ്. പാല ഇടമറ്റം സ്വദേശി കുരുവിനാക്കുന്നേൽ ജോസ് എന്ന കുറുവച്ചന്റെ, അതായത് സാക്ഷാൽ കടുവാക്കുന്നേൽ കുറുവച്ചന്റെ ജീവിത കഥ അഭ്രപാളികളിലേക്ക് ഷാജി കൈലാസ് പൃഥ്വിരാജ് കോംബോയുടെ കടുവ ഏറെക്കുറെ എത്തിച്ചെങ്കിലും കുറുവച്ചന്റെ കഥയിലേക്ക് കുറെ കൂടെ ആഴത്തിൽ കടക്കുകയും ഐതിഹാസികമായ അദ്ദേഹത്തിന്റെ കഥ ആവേശം ചോരാതെ സുരേഷ് ഗോപി എന്ന താരത്തിന്റെ എല്ലാ താരതലങ്ങളും അതിന്റെ മാക്സിമത്തിൽ പകർത്തുന്ന ഒറ്റക്കൊമ്പൻ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. നിരവധി തവണ പാതിയിൽ നിർത്തേണ്ടി വന്ന ചിത്രം ഇക്കുറി എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ അതിവേഗതയിലാണ് ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ഷെഡ്യൂളുകളിൽ ചിത്രം പൂർത്തിയാകുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, പാല, തൊടുപുഴ, ഇടുക്കിയിലെ ചില ഹൈ റേഞ്ച് ടോപ്പ് സ്റ്റേഷനുകളും ഡൽഹി, ദുബായ് എന്നിവിടങ്ങളിലായി ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റക്കൊമ്പൻ ആദ്യം തീരുമാനിച്ചതിലും വലിയ സ്കെയിലിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയം, പാല എന്നിവിടങ്ങളിൽ ചിത്രീകരണം നടക്കുന്ന ചിത്രത്തിലെ ഒരു പ്രധാന സംഘടന രംഗം കഴിഞ്ഞ ദിവസം പാലായിൽ ഷൂട്ട് ചെയ്തിരുന്നു. സുരേഷ് ഗോപിയും കബീർ ദുഹൻ സിംഗും ഒരുമിച്ചുള്ള ഫൈറ്റ് രംഗം സംവിധാനം ചെയ്തത് മലയാളത്തിലെ സീനിയർ സംവിധായകനും നിരവധി ആക്ഷൻ സിനിമകളുടെ അമരക്കാരനുമായ ഭദ്രനായിരുന്നു. 1996 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രം യുവതുർക്കി സംവിധാനം ചെയ്ത ഭദ്രൻ 29 വർഷത്തിന് ശേഷമാണ് വീണ്ടും സുരേഷ് ഗോപിയെ സംവിധാനം ചെയ്യാനെത്തിയത്. മാത്യൂസിന്റെ ഒറ്റക്കൊമ്പനിൽ സ്ഫടികവും ഒളിമ്പ്യൻ അന്തോണി യാദവും പോലെയുള്ള സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഭദ്രന്റെ കയ്യൊപ്പ് കൂടി പതിഞ്ഞപ്പോൾ ചിത്രത്തിന്റെ മാസ് അല്പം കൂടി കൂടിയെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി ചിത്രങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ മാത്യൂസ് തോമസ് ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രത്തിൽ മുഴുവൻ കാസ്റ്റിംഗ് ലിസ്റ്റും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ കുറുവസൻ എന്ന കഥാപാത്രത്തിനൊപ്പം ഗോകുൽ സുരേഷ് ഗോപിയുടെ ഒരു കഥാപാത്രവും കബീർ ദുഹൻ സിംഗ്, ബിജു മേനോൻ, വിജയരാഘവൻ, രൺജി പണിക്കർ, ഇന്ദ്രജിത് സുകുമാരൻ, ചെമ്പൻ വിനോദ് ജോസ്, മേഘന രാജ്, ലെന, മുകേഷ്, ലാലു അലക്സ്, ജോണി ആന്റണി എന്നിവർക്കൊപ്പം തമിഴകത്തു നിന്നും SJ സൂര്യയും തെന്നിന്ത്യൻ താരസുന്ദരിമാരായ അനുഷ്ക അല്ലെങ്കിൽ രാഷ്മിക മന്ദാനയും ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നും അനൌദ്യോഗികമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബിഗ് ബജറ്റ് ചിത്രമായ ഒറ്റക്കൊമ്പൻ നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഒരു തകർപ്പൻ ഗ്ലിംസ് ജൂൺ മാസം ആദ്യത്തോടെ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 2025 ഓണം റിലീസായി ഒറ്റക്കൊമ്പൻ വേൾഡ് വൈഡ് റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.